എലത്തൂർ സീറ്റിനെ ചൊല്ലി NCPയിൽ പൊട്ടിത്തെറി. മന്ത്രി AK ശശീന്ദ്രനെ വെട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. ഇന്ന് ചേർന്ന ജില്ലാ നിർവാഹക സമിതി യോഗത്തിൽ മുഴുവൻ പേരും AK ശശീന്ദ്രൻ മാറി നിൽക്കണം എന്നാവശ്യപ്പെട്ടു. അതേസമയം AK ശശീന്ദ്രനെതിരെ കുപ്രചാരണങ്ങൾ നടത്തുന്നു എന്ന പരാതിയിൽ സംസ്ഥാന നേതൃത്വം ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. 24 എക്സ്ക്ലൂസീവ്. ഇന്ന് ചേർന്ന NCP ജില്ലാ നിർവാഹക സമിതിയിലാണ് 30 വർഷം MLA ആയ AK ശശീന്ദ്രൻ മാറി നിൽക്കണമെന്ന പ്രമേയം എതിർപ്പുകളില്ലാതെ അംഗീകരിക്കപ്പെട്ടത്. 83 പേർ പങ്കെടുത്ത യോഗത്തിൽ 80 പേരും പ്രമേയത്തെ അംഗീകരിച്ചു. 3 പേർ ശശീന്ദ്രൻ മാറി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഭൂരിഭാഗത്തിന്റെയും പിന്തുണ ജില്ലാ അധ്യക്ഷൻ മുക്കം മുഹമ്മദിനാണ്. ഇന്ന് ചേർന്ന ജില്ലാ നിർവാഹക സമിതി യോഗത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ ഒരു സുഹൃത്ത് ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയം അവിടെ അവതരിപ്പിച്ച് അതിൽ എല്ലാവരും ആവേശത്തോടെ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യാനുണ്ടായത്. മാന്യമായ ഇറങ്ങിപ്പോക്ക് അനുവദിക്കണമെന്ന് 2021 പൊതുയോഗത്തിൽ ശശീന്ദ്രൻ ആവശ്യപ്പെട്ടതാണെന്നും ഇനി MLA ആകാനില്ലെന്ന് ഉറപ്പു തന്നെന്നും NCP നിർവാഹക സമിതി അംഗം ബേബി വാസൻ പാർട്ടിയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ പരസ്യമായിട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഇനി പാർലമെന്ററി രംഗത്തേക്കില്ല, എനിക്ക് ഒരു മാന്യമായ റിട്ടയർമെന്റ് വേണം. അതേസമയം AK ശശീന്ദ്രനെതിരെ അണിയറ നീക്കം സജീവമാക്കിയ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനോട് NCP സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. മുഹമ്മദ് വിശദീകരണം നൽകിയെങ്കിലും സംസ്ഥാന നേതൃത്വം തൃപ്തരല്ലെന്നാണ് വിവരം. NCPയിൽ തർക്കം രൂക്ഷമായാൽ എലത്തൂർ ഏറ്റെടുക്കുന്ന കടുത്ത തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേരും. ഇനി ശശീന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായാൽ കൂട്ടത്തോടെ പാർട്ടി വിടാനാണ് ഒരു വിഭാഗത്തിന്റെ തീരുമാനം. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.